വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിൻ്റെ ഇന്ന് നടന്ന അറബിക്കിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറബിക്കും അടിസ്ഥാന പാഠാവലി ആയിരുന്നു അല്ലേ? അടിസ്ഥാന പാഠാവലി ഓൾറെഡി നമ്മൾ ആൻസേഴ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണാം. നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. നെക്രൗൽ ഫിക്ര വനുജീബ്, ഇവിടെ ഫിക്ര കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ്. ഇഹ്വാനി അഹിസ, പ്രിയപ്പെട്ടവരെ. അന നബീൽ, ഞാൻ നബീലാണ്. ത്വാലിബും ഫിസാബി, ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മർഹബൻ ബിക്കും ഫി കനാത്തി അൽവാൻ എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അന ആക്കിഫു അമാമ അബിൽക്കറിയ, ഞാൻ ഈ ഒരു ഗ്രാമത്തിൻ്റെ മൈതാനത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വനറാൻ ലൗഹാത്തും ഗബീറത്തും ബി മുനാസിബി കൗസിൽ ആലമിലിക്കുറത്തിൽ കഥ. അപ്പോൾ ലോക ഫുട്ബോൾ കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കളേഴ്സിലുള്ള ലൗഹാത്തുകൾ ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അല്ലവും തെജിരി മുബാറത്തിൽ കുറത്തിൽ കഥം ഫിസാത്തി ഹാമിസ മസായൻ. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് എന്ത് നടക്കുന്നത്? മൈതാനത്ത് കുറത്തുൽ കഥം ഫുട്ബോൾ നടക്കുന്നത്. ഇൻഷാ അള്ളാഹ് സഹക്കൂനമാക്കും ഫിഹാദിൽ മുസാബക്ക. അപ്പം ഞങ്ങൾ എല്ലാവരും ഈ ഒരു പരിപാടിയിൽ ഉണ്ടായിരിക്കും. നമുക്ക് കാണാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ തന്നിട്ടുള്ള ചോദ്യങ്ങൾ വായിച്ചു നോക്കാം. അന നബീൽ അത്വാലിബും ഫിസൊഫി, റാബിയാണോ സാബിയാണോ ഹാമിസാണോ? ഇതാണ് സാബിയ എന്നതാണ് ഉത്തരം. ഇനി മത്താ തജ്രി മുബാറത്തുൽ ഖുറത്തുൽ ഖദം, എപ്പോഴാണ് ഖുറത്തുൽ ഖദം നടക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്? അതിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, ഫിസാത്തിൽ ഹാമിസ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഉത്തരം. യഹ്ദർ മിനൻ നസി മുലാരി കലിമത്ത് ജറ എന്നതിൻ്റെ മുലാരി കണ്ടുപിടിക്കണം. തെജ്രി എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് മൂന്നാമത്തത്. മായിസ്മു കനാത്തി നബീൽ, എന്താണ് നബീലിൻ്റെ ഈ ഒരു പരിപാടിയുടെ പേര്? അസ്ഹാർ ബി അൽവാൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ബി ഐ മുനാസബത്തിൻ തജ്രി മുബാറത്തുൽ ഖുറത്തുൽ ഖദം, ഏതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഖുറത്തുൽ ഖദം എവിടെ നടക്കുന്നത്? ഇതിനാണ് കൗസുൽ ആലം, ഇതിൻ്റെ ഭാഗമായിട്ടാണ്, വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സെക്ഷനിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. എല്ലാ ചോദ്യവും ഉത്തരവും നമ്മൾ നോക്കി. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നെക്രോൽ ഫിക്ര വനുക്കമ്മിൽ ബർനാമിജ്, ഇത് വായിക്കുക, എന്നിട്ടൊരു ബർനാമിജ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ബദൽ മുസാബക്ക, ഈ ഒരു ഇതിൻ്റെ ശേഷം ബദത്തിൽ ഹഫ്ലത്തിൽ തൗസീൽ ജവായിസ് ഫി തമാമി സാത്തി താസിയ, ഏകദേശം ഒരു 8 മണിയായിക്ക് എന്തായി നമ്മുടെ സമ്മാന വിതരണം തുടങ്ങുകയാണ്. കാമ ഉലൂബുൽ മജ്ലിസു തശ്രീ ബിഫ്തിതായിൽ ഹഫ്ലത്തി വ തൗസീൽ കസ്. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ കപ്പ് കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ. റയീസുൽ മജ്ലിസിൽ കറിയ അൽ ഹഫ്ല, അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റാണിത് ഉദ്ഘാടനം, ഇതിന് നേതൃത്വം വഹിക്കുന്നത്. ഓക്കെ, തെറഹബ അമീനുൽ മക്തബിൽ ബിൽ ഹാദിരീൻ, എന്താണ് അതിനെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അമീനുൽ മക്തബാണ് അവിടെ കൂടിയുള്ള ആളുകൾക്കൊക്കെ സ്വാഗതം ചെയ്യുന്നത്. അൽക്ക ഉലുബുൽ മജ്ലിസിൽ കറിയ അലി കലിമാത്തി തഹാനി, അപ്പോൾ പഞ്ചായത്ത് മെമ്പറാണ് അവിടെ എന്ത് ചെയ്യുന്നത്? അവിടെ ആശംസയൊക്കെ അറിയിക്കുന്നത്. വഖദ്ദമ സൽമാൻ കലിമത്ത് ഷുക്ർ, സൽമാൻ കലിമത്ത് ഷുക്റും പറഞ്ഞു. അപ്പോൾ തെർഹീബ് ആരാണെന്നാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തെർഹീബ് അവിടെ ആരാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? അമീന് മക്തബ് അല്ലേ? അപ്പോൾ അമീന് മക്തബ് എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. പിന്നെ അടുത്തത് എന്താണ്? റയീസുൽ മജ്ലിസിൽ കറിയ എന്താണ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ അധ്യക്ഷനായിരുന്നു അല്ലേ? അപ്പോൾ റയീസ് എന്നിവിടെ എഴുതി കൊടുക്കുക, റയീസ്. ഇനി ഇഫ്തിതാഹ് ആരായിരുന്നു? നമ്മുടെ തശ്രീ ആയിരുന്നു അല്ലേ? അതിനാണ് അവർ പറയുന്നുണ്ട് ഇഫ്തിതാഹ് ആരാണ് നടത്തിയത് എന്നുള്ളത്. ഇതിൻ്റെ മുന്നത്തെ പേജിലായിരുന്നു. മജ്ലിസു തശ്രീ അല്ലേ? ഉലുബു മജ്ലിസു തശ്രീ ആയിരുന്നു. ഇനി കലിമത്തു തഹാനി ആരാണ്? കലിമത്തു തഹാനി ഇവിടെ പറയുന്നുണ്ട് ഉലുബു മജ്ലിസുൽ കറിയ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. ഇവിടെ എന്ത് എഴുതി കൊടുക്കുക? കലിമത്ത് ശുക്ർ എന്ന് എഴുതി കൊടുക്കുക. കലിമത്ത് ശുക്ർ ആരാണ് കലിമത്ത് ശുക്ർ ചെയ്തത്? സൽമാനാണ്. അപ്പോൾ ഇവിടെ സൽമാൻ എന്നും വരും. ഓക്കെ, സൽമാൻ. ഇനി അടുത്തത് നെഹ്താർ ജവാബ് സൊഹീഹ, ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മത്താ പദവത് ഹഫ്ലത്ത് തൗസീൽ ജവായിസ്, എപ്പോഴാണ് ഈ പരിപാടിയുടെ സമ്മാനദാനം തുടങ്ങിയിട്ടുള്ളത്? ഫിസാത്തി താസിയ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. മൻ വസൽ കസ്, ആരാണിത് വിതരണം ചെയ്യുന്നത്? അവിടെ പറയുന്നുണ്ടല്ലേ ആരാണ്? നമ്മുടെ അദുവുൽ തശ്രീയിൽ കറിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ പേജിൽ പറയുന്നുണ്ട് അത് കേട്ടോ. അടുത്തത് എന്താണ്? നുക്കമ്മിൽ തക്രീർ ഇസ്തിഹ്ദാമിൽ കലിമത്തിൽ ലാത്തി, അവിടെ താഴെ കൊടുത്തിട്ടുള്ള വാക്കുകളുണ്ട്, അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാമത് നോക്കൂ, എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്? കോത്തയമാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. ജറത്ത് മുബാറത്തിൽ ഖുറത്തുൽ ഖദം ബി മുനാസബത്തിൽ കൗസിൽ ആലം, വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് പരിപാടി അവിടെ നടക്കുകയാണ്.
അപ്പോൾ ഫാസ് ഫി ഹാദിൽ മുസാബക്കത്ത് ഫരീഖുൻ നെഹർ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഇതിന് സമ്മാനം ഏറ്റുവാങ്ങുന്നത്, വിജയിച്ചിട്ടുള്ളത്. കാമ ബി ഇഫ്തിതാഹ്. അപ്പോൾ ഇഫ്തിതാഹ് ആരാണ് എന്നുള്ളതാണ്. ഇഫ്തിതാഹ് ആരായിരുന്നു? ഉളുവുൽ മജ്ലിസു തശ്രീഇയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉളുവുൽ മജ്ലിസു തശ്രീഇ എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കാം. ഇനി ഹഫ്ല ഡാഷ് റയീസുൽ മജ്ലിസ്. അപ്പോൾ ഈ പരിപാടിയുടെ റയീസ് എന്ന് പറയുന്നത് എന്താണ്? തറഅസ എന്നുള്ളതാണ്, വഹിച്ചു, അതിൻ്റെ നേതൃത്വം വഹിച്ചു. തറഅസ റയീസുൽ മജ്ലിസുൽ ഖറിയ ഹഫ്ല. പിന്നെ റഹബ, അതിന് സ്വാഗതം പറഞ്ഞതാരാണ്? അമീനുൽ മക്തബാണ്. അപ്പോൾ ഇവിടെ അമീനുൽ മക്തബ് എന്ന് വരും. വാൽക്ക ഉളുവുൽ മജ്ലിസുൽ കലിമാത്ത് തഹാനി വഖദ്ദമ സൽമാൻ എന്ത് ചെയ്തു? കലിമാത്ത് ശുക്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ രീതിയിലാണ് നിങ്ങളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് മിൻ ഐന യുസദ്ദിറു ഹാദൽ ഖബറ. എവിടെയാണ് ഈ ഒരു ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? എവിടെയാണ്? കോത്തയത്താണ്. അപ്പോൾ അവിടെ കോത്തയം എന്നുള്ളത് വരും. അടുത്തതെന്ന് പറയുന്നത് നുക്കമ്മലുൽ ഹിവാർ കംപ്ലീറ്റ് ചെയ്യാനാണ്, സംഭാഷണമാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. രാജു നബീലും സ്വദീഖാനും, രാജു നബീലും കൂട്ടുകാരാണ്. ലം യക്തറി രാജു അല ഹുദൂർ മദ്രസത്തി ബിസബബി മറദിൽ വാരിദ്. അവൻ്റെ ഉപ്പക്ക് രോഗമായതുകൊണ്ട് എന്താണ്, അവർക്ക് ക്ലാസ്സിൽ ഹാജരാവാൻ വേണ്ടി പറ്റില്ല. ഫസാറ നബീലും വാലിദുഹു ഫി മുസ്തഷ്ഫാവിനെ, അവൻ്റെ ഉപ്പയുടെ കൂടെ മുസ്തഷ്ഫയിലായിരുന്നു. ഫസാറ ബൈനഹുമാ ഹിവാർ. അപ്പോൾ അവർ തമ്മിലുള്ള ഹിവാറാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം സ്വബാഹുൽ ഹൈർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? സ്വബാഹുൻ നൂർ എന്നുള്ളത് വരും. ഓക്കെ, സ്വബാഹുൻ നൂർ. പിന്നെ കൈഫൽ ഉമൂറിയ വാലിദി, എന്താണ് ഉപ്പയുടെ വിശേഷം? തമാം അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉപ്പക്ക് എന്തായിരുന്നു എന്നാണ് ചോദിക്കല്. അലമുൽ ബത്തിന്, വയറുവേദനയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാതാ അസാബ വാലിദി, എൻ്റെ ഉപ്പക്ക് വാലിദുക്ക, നിൻ്റെ ഉപ്പക്ക് എന്താണ് പറ്റിയത്? മാതാ അസാബ വാലിദുക്ക, നിൻ്റെ ഉപ്പക്ക് എന്താ പറ്റിയത്? അലമുൽ ബത്തിന്, ഉപ്പക്ക് വയറുവേദനയായിരുന്നു. മത്താത്ത ശ്രീ, എന്നാ ഡിസ്ചാർജ് ആയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തു പറയാം നമുക്ക്? കബുല ഭാഗത്തേൻ 2 ദിവസം മുന്നെയാണ് ഡിസ്ചാർജ് ആയത്. ലാത്ത ഷഫാക്കല്ല, നീ പേടിക്കാൻ അള്ളാഹു ഷിഫിയാക്കി തരും. അപ്പോൾ എന്താ പറയുന്നത്? ആമീൻ എന്നിവിടെ പറയാമല്ലേ, അല്ലെങ്കിൽ ഇൻഷാ അല്ലാ മാസലാമ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ശുക്രൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സംഭാഷണം നിർത്തുകയും ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. തസ്തഹ്രിജു മിൻ ഹിബാരിൽ കലിമാത്തി തഹദീബിയ. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ചോദിച്ചത്. ഇപ്പോൾ സ്വബാൽ ഹൈർ, അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്. വേറെ എന്താ പറയുന്നത്? തമാം അൽഹംദുലില്ലാ, സ്വബാൽ ഹൈർ, ഇതൊക്കെ നമുക്കിവിടെ സ്വബാഹൻ നൂർ, അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറയുന്നതിൽ ബി ആണ്. നുക്കമ്മിൽ മുക്കാബല. എന്താണ് ഇവിടെ? ഒരു അഭിമുഖ ചോദ്യം തയ്യാറാക്കാനാണ്. എജ്രി ഫിൽ മദ്രസത്തി നബീൽ ബർനാമിജിൻ തഹ്ഫീസിയ. അപ്പോൾ ഒരു മോട്ടിവേഷണൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇഷാരിഖ് ഫിഹി തഹ്സീൻ മുഹമ്മദ് നല്ല കുട്ടിയാണ് എന്നുള്ളത്. ഉവ ലായിബും ഫരീഖും ഖത്തർ ഫി കൗസിൽ ആലം, അവനെന്താണ്? കൗസിൽ ആലം ഖത്തറിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് വേൾഡ് കപ്പിൽ കളിക്കുന്ന ഒരാളാണ്. നുക്കമ്മിൽ ഇസ്തിബിയാനെ മുക്കാബില. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മംവറാ ഹാദൻ നിജാർ, ആരാണ് നിൻ്റെ വിജയത്തിൻ്റെ പിന്നിലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേറെ എന്ത് ചോദിക്കാം? മാ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മത്ത, എപ്പോഴാണ് നീ തുടങ്ങിയത്? മത്ത ബദ ഫില്ലാബ്, നീ എപ്പോഴാണ് ഈ കളിക്കൊക്കെ തുടങ്ങിയത്? അയിന വെച്ചുകൊണ്ട് ചോദിക്കാം. അയിന ജറ ഫി കൗസിൽ ആലം, എവിടെയാണ് ഈ കൗസിൽ ആലം നടക്കുന്നത്? കൈഫ, നീ എങ്ങനെയാണ് കളിക്കാൻ തുടങ്ങിയത് എന്നുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. ഇനി അടുത്ത് നോക്കൂ. ഇവിടെ അടുത്തത് നെഹ്താർ തസ്വഹീർ, ശരിയായത് തിരഞ്ഞെടുക്കുക. ഫി ഐ ഫരീഖൻ ലഹബ മുഹ്സിൻ ഏതിലാണ് പങ്കെടുക്കുന്നത്? ഏതിന് പ്രതിനിധീകരിച്ചാണ്? ഏതാണ്? ഖത്തറാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത നുൻഷിദുൽ മന്ദൂമ, ഈ മന്ദൂമ പാടാനാണ് പറയുന്നത്. അത് പാടിയിട്ട് എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് താവുന് ഫി സിഫാത്തി. അവിടെ എന്താണ്? ആ ഇതിൽ തന്നെ പറയുന്നുണ്ട് സിഫാത്തി ആക്കിൽ എന്നാണ് പറയുന്നത്. മാഹുവ സിറുൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് എന്താണെന്ന് അതിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത് അതിൽ? അത് നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. താവുനാണ്. ഓക്കെ, താവുനാണ് ഇതിൻ്റെ വിജയം എന്നാണ് പറയുന്നത്. നെഹ്താർ സുത്തൂർഫി മന്ദൂവ മുവാഫിക്കൻ ദി തസ്രീലാത്തിയ, ഇവിടെ ഓരോന്നിനെയും ആപ്റ്റ് ആയിട്ടുള്ള വരി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ. ലി താവുന് ദലീലു ഫിൽ അഹ്ലായിൽ ഇൻസാൻ. അപ്പോൾ ഇതിന് യോജിച്ച വരി എന്ന് പറയുന്നത് 3ാമത്തെ വരിയായിരുന്നു. ഇനി താവുന് മിൻ അസ്ബാബിൽ മജിദിൽ ഇസ്സ എന്ന് പറയുന്നതാണ്. അതുമായിട്ട് യോജിച്ച വരി എന്ന് പറയുന്നത് 2ാമത്തെ വരിയാണ്. ഓക്കെ, 2ാമത്തെ വരിയാണ് 4ാമത്തെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി നെഹ്താർ സത്തുറ മുനാസിബ് അലി സൂറ, ഈ സൂറവുമായിട്ട് ബന്ധപ്പെട്ട വരി കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഇതൊക്കെയാണ് നമുക്കിവിടെ കാണുന്നത് അല്ലേ. അതിൽ ലൗലൽ ബിഹാറു താവനത്ത് വശംസുമാ
ലഹറ സഹാബു വഹൈസുഹു ലം യഹ്തൽ എന്ന് പറയുന്ന നാലാമത്തെ വരിയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. അടുത്തതെന്ന് പറയുന്നത് നെക്രൽ തർജുമത്തിൽ കാത്തിബ നുജീബു. ഇവിടെ നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു വിവരണം തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. മൻ ഹിയ സൗജത്ത് വൈക്കം മുഹമ്മദ് ബഷീർ? ആഷിയ, സൈനബ്, ഫാത്തിമ. ആരാണെന്ന് ഇവിടെ പറയുന്നുണ്ട് അല്ലേ? ആരാണ്? സൗജത്തുഹു ഫാത്തിമ, ഫാത്തിമയാണ്. മാ ജമ്മു കലിമത്ത് മുഅല്ലഫ്. മുഅല്ലഫിൻ്റെ ജം എന്ന് പറയുന്നത് എന്താണ്? മുഅല്ലഫാത്ത് എന്നുള്ളതാണ്. ഓക്കെ, മുഅല്ലഫാത്ത് എന്നുള്ളതാണ് ജം ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്തത് ഇസ്മുൽ കാമിൽ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താണെന്ന് അവിടെ എഴുതി കൊടുക്കുക. വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ളതാണ് മുഴുവൻ പേരായിട്ട് വരുന്നത്. മക്കാനുൽ മീലാദ് എന്ന് പറയുന്നത് എവിടെയായിരുന്നു? മക്കാനുൽ മീലാദ് മുക്കാത്തത്തി കോത്തയം അല്ല, തലയോലപ്പറമ്പാണ്. തലയോലപ്പറമ്പാണ്. ഇസ്മു വാലിദ് എന്ന് പറയുന്നത് അബ്ദുറഹ്മാനാണ്. ഇസ്മു വാലിദത്ത് എന്ന് പറയുന്നത് കുഞ്ഞായിഷുമ എന്നുള്ളതാണ്. ലക്കബ് എന്ന് പറയുന്നത് എന്താണ്? ഷാത്തു ഫാത്തിമ എന്നുള്ളതാണ്. അല്ല, ബേപ്പൂർ സുൽത്താൻ എന്നുള്ളതാണ്. താരീഖ് വഫാത്ത് 1994 യൂലിയു 5 എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കാന നബീൽ ആയിരുന്നു. മസ്റൂറൻ. അപ്പോൾ ഇവിടെ മസ്റൂറൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. പിന്നെ ഡാഷ് മാൻ എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇതെങ്ങനെ എഴുതേണ്ടത്? നമ്മൾ ഷെരിബ്ത്ത് അൽ ബിന്തു മാൻ, ഒരു കുട്ടിയാണ് അവിടെ വെള്ളം കുടിക്കുന്നത്, പെൺകുട്ടിയാണ് അല്ലേ? ഇനി നുറത്തിബ് ജുംല എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. ഹദീജ ദർസ് നെക്തുബു. അതെന്താണ്? തെക്തുബു ഖദീജ അദ്ദറസ്. ഓക്കെ, അതുപോലെ സ്വാറ ഹിസാനു സെരിയൻ എന്നുള്ളത് വരും. ഇനി നെക്രവ് തസ്രിയാത്തി താലിയ നെഹ്താർ മജ്മൂഅത്തിൽ ഇജാബാത്തി സ്വഹിയത്തിൽ നിന്നും ശരിയായിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് അപ്പോൾ ശരിയായിട്ടുള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഫൈൻഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ ദഹബ ഫാത്തിമ ഇലൽ മദ്രസ. അതെന്താണ്? ദഹബ എന്നല്ല, ഫാത്തിമ വരുമ്പോൾ എന്തായിരിക്കണം? അത് ദഹബ്ത്ത് എന്നായിട്ട് മാറണം. അപ്പോൾ അത് തെറ്റായിട്ടുള്ളതാണ്. ഇനി എക്തുബ് നസീമുൻ ദറസൻ, അത് ശരിയാണ്. ഹറജ ഫാത്തിമ ഇലൽ മക്തബ്, ഹറജത്ത് ഫാത്തിമ ഇലൽ മക്തബ് എന്ന് പറയുന്നത് ശരിയാണ്. തെജ്ലിസു അൻവർ ആകുമ്പോൾ തെജ്ലിസു അല്ല, അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ബാ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇത്രയുമായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ. ഓക്കെ, താങ്ക്